മൈസൂരുവിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ കടുത്ത നടപടിയുമായി കർണാടക സർക്കാർ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനം പൂട്ടി, കൺസൾട്ടൻസിയുടെ ലൈസൻസും റദ്ദാക്കി. KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. അതേസമയം മെസ് സംവിധാനം പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ വിദ്യാർത്ഥികളോട് നാട്ടിൽ തുടരാൻ കോളേജ് അധികൃതർ നിർദ്ദേശം നൽകി. നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. സജു ചാമക്കാലായിൽ വിവരങ്ങളുമായി. സജു, ഇന്ന് രാവിലെ നമ്മൾ വിശദമായി തന്നെ ഈ വാർത്ത നൽകിയിരുന്നു. തുടർന്ന് KC വേണുഗോപാൽ ഇടപെട്ടു. അതിന്റെ അനന്തരഫലം എന്ന രീതിയിലേക്ക് ഇപ്പോൾ ആ സർവീസിന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു, അടച്ചുപൂട്ടിയിരിക്കുന്നു സ്ഥാപനം. അനുജ, തീർച്ചയായിട്ടും അത്യന്തം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക് ചെയ്ത്. എന്തായാലും വലിയ രീതിയിൽ ഞെട്ടലുളവാക്കുന്ന സംഭവം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, നിരവധി വിദ്യാർത്ഥികളാണ് ബംഗളൂരുവിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം, അതായത് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, നഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളും, അതായത് ശുചിമുറിയിലും അതോടൊപ്പം തന്നെ ശൗചാലയങ്ങളിൽ പോലും ഈ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ രാവിലെ നൽകിയതാണ്. എന്തായാലും കേരളം ഞെട്ടിയ ഒരു വാർത്തയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് KC വേണുഗോപാൽ MPയുടെ ഇടപെടലുണ്ടാവുകയും അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായിട്ടും ആരോഗ്യമന്ത്രിയുമായിട്ടും സംസാരിച്ചതിന്റെ ഫലമായിട്ട് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ സർവീസ് എന്ന് പറയുന്ന കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യുന്ന നടപടിയിലേക്ക്, ഈ മെസ്സ് പൂട്ടുന്ന നടപടികളിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വിഷയം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ കോളേജുകളൊക്കെ പരാതി നൽകിയത്. പക്ഷേ ഈ പരാതിയിൽ നിന്നും യാതൊരു നടപടിയും കോളേജിന്റെ ഭാഗത്തുനിന്നോ മെസ്സുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മെസ്സ് നടത്തുന്ന മലയാളികളാണ്. അപ്പോൾ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതലുള്ളത്. 5 കോളേജുകൾക്കാണ് ഇവിടെ നിന്നും ഭക്ഷണം നൽകുന്നത്. ഒരേ സമയം അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് വെച്ച് പാകം ചെയ്ത ഭക്ഷണങ്ങൾ 5 മെസ്സുകളിലേക്ക് അല്ലെങ്കിൽ 5 ഹോസ്റ്റലുകളിലേക്ക് നൽകുന്നു. അവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വിദ്യാർത്ഥികൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന, വർഷാവർഷം അവർ 80,000 രൂപയിൽ കൂടുതലാണ് അവർ അവിടേക്ക് അടച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല. ഭക്ഷണം കഴിച്ച് പല വിദ്യാർത്ഥികൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് പോലും വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞു. പക്ഷേ അവരൊക്കെയും ഭയന്നിരുന്നത്, ഈ വിദ്യാർത്ഥികൾ പരാതി പറയുമ്പോൾ കോളേജിന്റെ ഭാഗത്തുനിന്നും ഈ മെസ്സിന്റെ ഭാഗത്തും കൂടെ ഈ വിദ്യാർത്ഥികളെ പ്രഷറൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ 2ാം വർഷവും 3ാം വർഷവും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ തുടർന്നുള്ള പഠനത്തെ ബാധിക്കുമെന്നുള്ളതാണ് അവർ ഇത്രയും നാളായിട്ട് ഈ കാര്യങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു, സഹിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ പല വിദ്യാർത്ഥികളുടെയും ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിക്കുകയും മാധ്യമങ്ങളോട് ഈ വാർത്ത പുറംലോകത്തെ അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ അടിയന്തര ഇടപെടലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രി ഗുണ്ടറാവു തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെടുകയും അദ്ദേഹം ആരോഗ്യ പ്രവർത്തകരെ ഇവിടേക്ക് അയക്കുകയും ഇവിടെ നിന്നുള്ള സാമ്പിളുകളടക്കം ശേഖരിച്ച് പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ പുഴു, അതോടൊപ്പം തന്നെ പച്ചക്കറികളൊക്കെയും ചീഞ്ഞ പച്ചക്കറികളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിച്ച ഭക്ഷണങ്ങൾ, പാചകം ചെയ്ത ഭക്ഷണങ്ങൾ പോലും ഈ ശുചിമുറിയിലും അതോടൊപ്പം തന്നെ ശൗചാലയങ്ങളിലും വെച്ചയക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഈ കുട്ടികൾ മെസ്സിനുള്ളിൽ കടന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകളെ അത്യന്തം ഞെട്ടിക്കുന്നതാണ്. ഏറെ സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ്. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ കരയുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവർ ഈ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇനി എന്ത് വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും ഭക്ഷണം കഴിക്കുക? അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് അവർ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതാക്കളൊക്കെയും സമീപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഒരു അടിയന്തര ഇടപെടൽ കൂടി ഉണ്ടായിരിക്കും. എന്തായാലും ഇതിൽ കുട്ടികൾക്ക് ഇപ്പോൾ ശുഭകരമായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 5 കോളേജുകളിലേക്കാണ് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പാചകം ചെയ്യുന്ന ഭക്ഷണം എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ മെസ്സിന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. മലയാളികൾ അടക്കമുള്ളവർ നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മുടെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അവർ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് അവർ സംസാരിക്കാൻ വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. നമ്മൾ ന്യൂസിൽ നിന്നാണെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഫോൺ കട്ട് ചെയ്യുന്ന പോകുന്ന ഒരു നടപടിയിലേക്ക് ഈ മെസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ ഒരു അടിയന്തരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഏറ്റവും ഒടുവിലായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്, ചില കോളേജുകൾ, അതായത് പകരം സംവിധാനം ഏർപ്പെടുത്താൻ സാധിക്കാത്ത കോളേജുകൾ, ഈ വിദ്യാർത്ഥികൾ ഒരാഴ്ചത്തേക്ക് നാട്ടിലേക്ക് പോകണം. പകരം സംവിധാനം ഏർപ്പെടുത്തിയതിനു ശേഷം അവർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ, കോളേജിലേക്ക് തിരിച്ചു വന്നാൽ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റേണൽ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. അടിയന്തര നടപടി ഉടൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്മേൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.